മലയാള നക്ഷത്രങ്ങളിലെ 6ാമത്തെ നക്ഷത്രമാണ് തിരുവാതിര. ചന്ദ്രൻ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ആകാശഭാഗത്ത് വരുന്ന ദിവസമാണ് തിരുവാതിര നാൾ. ഭാരതീയ ജ്യോതിഷത്തിൽ ആർദ്ര എന്നറിയപ്പെടുന്നത്. മിഥുനക്കൂറിൽപ്പെടുന്ന തിരുവാതിര മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ശിവനാണ് നക്ഷത്ര ദേവത. ശിവക്ഷേത്രങ്ങളിൽ തിരുവാതിര നക്ഷത്രം അതിവിശേഷമാണ്. 27 നക്ഷത്രങ്ങളിൽ 6ാമത്തെ നക്ഷത്രമാണ് തിരുവാതിര. ഭഗവാൻ പരമേശ്വരൻ്റെ നക്ഷത്രമാണിത്. തിരുവാതിര നക്ഷത്രക്കാരുടെ ഗണം മനുഷ്യനും നക്ഷത്രം സ്ത്രീയുമാണ്. പക്ഷി ചെമ്പോത്താണ്. വിദ്യാരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രമാണ് തിരുവാതിര. ഈ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും ഭാഗ്യവും നേട്ടവും കോട്ടവും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ വിദ്യ കൊണ്ട് പരിജ്ഞാനമുള്ളവരും ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരുമാണ്. എന്നാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് വളരെ കുറച്ചിലായാണ് ഇവർ കാണുന്നത്. മറ്റുള്ളവരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും. പൊതുസ്ഥലങ്ങളിൽ ഇവർ മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരായിരിക്കും. ഇതുകൂടാതെ ഏത് ജോലിയും വളരെയധികം കൃത്യനിഷ്ഠതയോടെ ചെയ്തു തീർക്കാൻ ഇവർ മിടുക്കന്മാരായിരിക്കും. സഹായം ചെയ്തവരോട് ചില സമയങ്ങളിലെങ്കിലും ഇവർ നന്ദികേട് പ്രകടിപ്പിക്കാറുള്ള ആൾക്കാരാണ്. ഒരിക്കലും ഉറച്ച മനസ്സിന് ഉടമയല്ല. ദുർവാശിയും ദുരഭിമാനവും ഒക്കെ കൂടുതലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. ഒന്നിലും സ്ഥിരതയില്ലാതെ നിൽക്കുന്നവരായിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാർ. സഹനശക്തി വളരെ കുറവായിരിക്കും. ഒരു കാര്യത്തിലും മനസ്സുറച്ചു നിൽക്കുകയുമില്ല. തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് ദേഷ്യം വെച്ച് പെരുമാറുന്നവരായിരിക്കും ഇവർ. എന്തൊക്കെയായാലും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുന്നതിന് ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. എന്നാൽ ഇത് ഏത് കാര്യത്തിലും ഇവർക്ക് 2 അഭിപ്രായം ഉണ്ടായിരിക്കുന്നവരാണ്. രാഹുവിൻ്റെ ഇടപെടൽ മൂലം ഇവരിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെയധികം മൂർച്ചയുള്ളതായിരിക്കും. പലപ്പോഴും സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് പോലും ഇവരുടെ വാക്കുകൾ മുറിവേൽപ്പിക്കാറുണ്ട്. സ്വന്തം കഴിവുകൾ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യുന്നവരായി മാറാറുണ്ട് ഇവർ. മാതാപിതാക്കളെക്കാൾ ഭാര്യയോടായിരിക്കും ഇവർക്ക് ഇഷ്ടക്കൂടുതലും പ്രതിബദ്ധതയൊക്കെ. എന്നാൽ തിരുവാതിര നക്ഷത്രക്കാരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭാര്യയാണെങ്കിൽ വിവാഹ ജീവിതം ഇവർക്ക് പ്രതിസന്ധികളോട് കൂടിയതാകാനാണ് സാധ്യത. വാദപ്രതിവാദങ്ങൾക്ക് ഉചിതമായ മറുപടി തിരുവാതിര നക്ഷത്രക്കാർ നൽകും. ഇവർക്ക് ബുദ്ധിയും വാചാലതയും കഴിവും വളരെ കൂടുതലായിരിക്കും. തൊഴിലിനോടുള്ള ആത്മാർത്ഥത പലപ്പോഴും ഇവരിൽ കൂടുതൽ വേദനകൾ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതിന് താല്പര്യമുള്ളവരായിരിക്കും സാധാരണ തിരുവാതിര നക്ഷത്രക്കാർ. നേരത്തെയുള്ള വിവാഹം പലപ്പോഴും പിരിഞ്ഞു താമസിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്കോ എത്തുന്നതിനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത്. ഇവരുടെ മുഖത്ത് മറ്റുള്ളവരെ വശീകരിക്കുന്നതിനുള്ള വശ്യതയൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. അമിത ദേഷ്യമാണ് ഇവരുടെ ഒരു പ്രത്യേകത. ദേഷ്യം വന്നാൽ ഇടം ബലം നോക്കാതെ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഏകാന്തത ഇവരെ വളരെയധികം മടുപ്പിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് താമസ സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും. സ്ത്രീകളോട് അല്പം ആകർഷണം കൂടുതലായിരിക്കും. ഉപജീവനത്തിന് വേണ്ടി മാതാപിതാക്കളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരുന്നുണ്ട്. മറ്റുള്ളവരോട് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നതും അതിൻ്റെ പേരിൽ വഴക്കിന് ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കാറാണ് പതിവ്. തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെ ആകർഷകമായ കണ്ണുകളും ശരീരവും തന്നെയാണ് ഇവരുടെ പ്രത്യേകത. നല്ല സ്വഭാവവും സമാധാനപരമായ പെരുമാറ്റവും ഒക്കെ ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഇവർ വളരെയധികം സൂത്രശാലികളായിരിക്കും. വിവാഹ ജീവിതം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം നിറഞ്ഞതായിരിക്കും. ചിലരിൽ വിവാഹമോചനത്തിനുള്ള സാധ്യത വരെയുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവർ. ഭർത്തൃകുടുംബത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പിന്തുണയോ സ്നേഹമോ ഒന്നും ലഭിക്കാറില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിലായിരിക്കും. ഏത് വിഷയത്തിൽ ഇവർ മുന്നിലേക്ക് വരുന്നുണ്ട്. ഗവേഷണത്തിൽ ഇവർ പ്രഗത്ഭരായിരിക്കും. ബിസിനസ്, വിദ്യാഭ്യാസം ഇത് രണ്ടുമായിരിക്കും ഇവരുടെ മേഖല. സയൻസിലും കണക്കിലും ഇവർ മുൻപന്തിയിലായിരിക്കും. ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഗവേഷണത്തിൽ പൊതുവെ പ്രഗത്ഭരായിരിക്കും. ഇലക്ട്രോണിക് വിഷയങ്ങളിലും ഫാർമസ്യൂട്ടിക്കൽ വിഷയങ്ങളിലും ഇവർ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. തൊഴിൽ മേഖലയിൽ അല്പം ശ്രദ്ധിക്കണം. ഇവർക്ക് തിളങ്ങാൻ സാധിക്കുന്ന തൊഴിൽ മേഖല വാർത്താവിനിമയം, ട്രാൻസ്പോർട്ട്, ടെക്നീഷ്യൻ, സംഗീതം, ഗ്രന്ഥരചന, പണമിടപാടുകൾ, ജ്യോതിശാസ്ത്രം, കമ്മ്യൂണിക്കേഷൻ, ജലവിഭാഗം, സംഗീതം, ഔഷധ വ്യാപാരം എന്നിവയെല്ലാം ഇവരുടെ മേഖലയിൽപ്പെട്ടതാണ്. എന്നിരുന്നാലും സെക്യൂരിറ്റി, സൂപ്പർവൈസർ, ടീം ലീഡ്, കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളിലെല്ലാം ജോലി സാധ്യത ഇവരെ തേടി എത്തുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പാരാലിസിസ്, ഹൃദയാഘാതം, പല്ലിന് ക്ഷതം, ആസ്മ, ചെവിവേദന, ആർത്തവ പ്രശ്നങ്ങൾ, രക്തവാതം, മൂത്രാശയ രോഗം, നടുവേദന, ഗർഭാശയ രോഗങ്ങൾ, ന്യൂമോണിയ എന്നിവയെല്ലാം ഇവരെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്.
ഇതുകൂടാതെ ഇവർക്ക് അനുകൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, കാർത്തിക, മകയിരം, തിരുവാതിര, പുണർതം, ആയില്യം, ചിത്തിര, വിശാഖം, മൂലം, പൂരാടം, ചതയം. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പൂയം, ഉത്രാടം, തിരുവോണം, രേവതി, ഭരണി, രോഹിണി, മകം എന്നിവയൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ്.